ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു താറാവ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. താറാവ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കിലോയോളം താറാവിൻ്റെ ഇറച്ചി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇറച്ചിക്ക് അല്പം വേവ് കൂടുതലാണ്. നമ്മുടെ നാടൻ കോഴിയൊക്കെ വേവിക്കണ പോലെ തന്നെ കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ ആദ്യം ഒന്ന് കുക്കറിൽ വേവിക്കണം. ഇതിനായിട്ട് ഞാൻ ഇതിനെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കുവാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 8-9 വിസിൽ വരുന്നത് വരെ ഇതിനെ അടിച്ചെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വിസിൽ അടിച്ചെടുക്കുക. അതൊന്ന് കുക്കായിട്ട് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് വേണ്ട കറിയുടെ മസാലയൊക്കെ റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. ഒരു 4-5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കണ്ടില്ല ഒരു 1/2 കപ്പോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സവാള കട്ട് ചെയ്തതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി സവാള നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ദാ സവാള നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പെരിഞ്ജീരകം, ഇവ 3ഉം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്ത പേസ്റ്റും കൂടെ ചേർക്കുവാണ്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മുരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം തന്നെ ഗരം മസാല പൗഡർ, ഇവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് എണ്ണയിലൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ദാ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനി തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. തക്കാളി വേവാനും വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ ദാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉടയാതെ കിടക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ തവി കൊണ്ട് ഒന്ന് കുത്തി ഉടച്ചും കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാണ് ചേർക്കേണ്ടത്. ഇതിപ്പോൾ കണ്ടോ, നമ്മുടെ ഇറച്ചി നല്ല പോലെ വെന്ത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നമ്മുടെ പാനിലേക്ക് അല്ലെങ്കിൽ മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അത് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെള്ളം ഉണ്ടാവും കുക്കറിൽ. ആ വെള്ളം കൂടെ വേണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഈ ഇറച്ചി വേവിക്കാനായിട്ട് വെച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയതിന് ശേഷം വേണം ഉപ്പ് ചേർക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കട്ടോ. ചെറു തീയിലിട്ട് വേവിച്ചെടുത്ത ഇറച്ചിക്ക് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നല്ല കളറൊക്കെ മാറി നല്ലൊരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഇങ്ങനെ തന്നെ അങ്ങ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് ഞാൻ ചെറു തീയിലിട്ട് വേവിച്ചെടുത്തിരുന്നു. അതിനുശേഷം നമ്മുടെ താറാവിറച്ചി നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.